പ്രശസ്ത പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഉണ്ണിമേനോൻ, നമസ്കാരം. നമ്മളെ ഏറ്റവും ഷോക്കേൽപ്പിക്കുന്ന സങ്കടകരമായ ആ വാർത്ത ഇന്ന് വന്നു കഴിഞ്ഞു. എനിക്കറിയാം, തമിഴ് സിനിമാ ലോകത്ത് ഒരുപാട് പാട്ടുകൾ പാടാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് താങ്കൾ. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ ജയേട്ടനും അങ്ങനെ അവസരം തമിഴിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം വരെയും അദ്ദേഹം തമിഴിൽ പാടുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് താങ്കളൊരു ഗായകൻ എന്നുള്ള നിലയിൽ പി ജയചന്ദ്രൻ എന്ന മഹാഗായകനെ അനുസ്മരിക്കുന്നത്? ജയേട്ടനെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേൾക്കാൻ തുടങ്ങിയ ശബ്ദമാണ് ജയേട്ടന്റെ. ഒരു മലയാളിയുടെ ശബ്ദത്തിന്റെ ഒരു ശരിയായ റെപ്രസെന്റേഷൻ ആയിരുന്നു ജയേട്ടന്റെ ശബ്ദം. ജയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചുകെട്ടുകളില്ലാത്ത സ്വഭാവവും അതേമാതിരത്തെ പാട്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ. അതായത് എന്താണോ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അത് മനസ്സ് തുറന്ന് പറയുന്ന ഒരു സ്വഭാവം, പ്രിട്ടൻഷൻസ് ഇല്ലാത്ത സ്വഭാവം. ആ ഒരു സ്വഭാവം നമുക്ക് ചില പേർക്ക് അത് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷെ നമുക്ക് നേരിൽ പരിചയമുള്ളവർക്ക് അത് വളരെ യൂസ്ഡ് ആണ്. അത് അദ്ദേഹം സ്വതസിദ്ധമായ കുറെ നർമ്മവും ഒക്കെ ഉള്ള ഒരു വലിയൊരു മനുഷ്യനായിരുന്നു ജയേട്ടൻ. അപ്പൊ ജയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എന്റെ ചെന്നൈയിൽ താമസിച്ചിരുന്ന എന്റെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ജയേട്ടനെ കണ്ടിട്ട് ഏകദേശം ഒരു 2 വർഷത്തിലേറെയായി. ഒരു 2 മാസം മുമ്പ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഉണ്ണി, റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടോന്ന്. അങ്ങനെ അപ്പൊ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കാത്തത് എന്ന് പറഞ്ഞു അത് സാറില്ല, എനിക്കിഷ്ടമുള്ളവരൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ജയേട്ടനെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ജയേട്ടനെ വല്ലാതെ മിസ് ചെയ്യും. കാരണം ജയേട്ടന്റെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. കാരണം പാടിയ പാട്ടുകൾ മുഴുവനും അത്ര സൂപ്പർ ഹിറ്റ്സ് ആണ് എല്ലാ ലാംഗ്വേജസിലും. അക്രോസ് ദ ലാംഗ്വേജസ് ഏറ്റവും അധികം ഹിറ്റ്സ്. പിന്നെ ഈ തമിഴിലെ ആളുകൾ, തമിഴിലെ സംഗീത പ്രേമികൾ എങ്ങനെയാണ് ജയചന്ദ്രനെ കണ്ടിരുന്നത്? കാരണം അദ്ദേഹം പലപ്പോഴും നമ്മുടെ മലയാളികൾ, ഇപ്പോൾ താങ്കളൊന്നും അതിലുള്ള ആളല്ല, എന്നാലും ഈ മലയാളികൾ തമിഴ് പാട്ട് പാടുമ്പോൾ ഒരു മലയാളിത്തം ചിലപ്പോഴൊക്കെ പ്രതിഫലിച്ച് കാണാറുണ്ട്. എന്നാൽ ജയചന്ദ്രൻ പാടുമ്പോൾ അതില്ലായിരുന്നു. അങ്ങനെ ഇല്ല, അതായിരുന്നു ഇല്ല. അങ്ങനെ ശരിയായ ഒരു തമിഴ് ഡിക്ഷൻ വളരെ ഭംഗിയായിട്ട് ഉച്ചരിച്ചിരുന്ന ഒരു ഗായകനായിരുന്നു ജയേട്ടൻ. ഒരുപാട് ഹിറ്റ്സ് ഉണ്ട് ജയേട്ടന്റെ. ഇളയരാജയുടെ ഹിറ്റ്സ് ആണ് ഏറ്റവും അധികം ഉള്ളത്. MSVയുടെ ഹിറ്റ്സ് ധാരാളമുണ്ട്. റഹ്മാന്റെ ഹിറ്റ്സ് കുറെ ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ ടാമിലിയൻസിനും അറിയില്ല അദ്ദേഹം മലയാളിയാണെന്ന് അറിയില്ല. അത്രയും നല്ല ഡിക്ഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ. എന്നോട് ഇടയ്ക്ക് ഫോണിൽ ചെയ്ത് വിളിച്ച് പറയും, ഉണ്ണി എത്രയോ പാട്ട് പാടിയിട്ടുണ്ടാവും, പക്ഷെ ഉണ്ണിയുടെ ഏറ്റവും ബെസ്റ്റ് പാട്ട് മിന്നലെ പിടിത്ത് എന്ന പാട്ടാണ്. നല്ല തമിഴ് ഡിക്ഷനാണ് ഉണ്ണിയുടെ എന്നൊക്കെ പറയും. പിന്നെ ആ ഒരു കാര്യത്തിലൊക്കെ വളരെ ഇഷ്ടമായിരുന്നു എന്നെ. ശരിക്കും അദ്ദേഹത്തെ ശരിക്കും മിസ് ചെയ്യും. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഓക്കെ, താങ്ക് യു ഉണ്ണിമേനോൻ, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഒരുപാട് ആകാശവാണി ലളിതഗാനങ്ങൾ പാടിയിട്ടുള്ള ആൾ കൂടിയാണ് പി ജയചന്ദ്രൻ. ജയദേവ കവിയുടെ ഗീതികൾ കെട്ടൻ്റെ രാധയെ ഉറക്കമായോ എന്ന പ്രശസ്തമായ പാട്ട് ആകാശവാണിയിൽ പാടിയിരുന്ന പി ജയചന്ദ്രനാണ്. MG രാധാകൃഷ്ണനാണ് ഈ പാട്ടിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. കാവാലം ശ്രീകുമാറിനെ നമ്മൾ ടെലിഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കാവാലം നാരായണപ്പണിക്കരുമായിട്ടുമൊക്കെ തന്നെ ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ പി ജയചന്ദ്രൻ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ശൃംഖല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇവരോടൊക്കെ തന്നെ അദ്ദേഹം, ഇപ്പോൾ ഉണ്ണിമേനോൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് റെക്കോർഡിങ്സൊക്കെ ഉണ്ടോ ഉണ്ണി എന്ന് വിളിച്ചു ചോദിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന് ഇല്ല. എന്നിരുന്നാലും അദ്ദേഹം ഇങ്ങനെ ഈ കാലത്തൊക്കെ തന്നെ അദ്ദേഹം ആളുകളെ അന്വേഷിച്ചിരുന്നു. എന്നോടും എന്താ വിളിക്കാത്തതെന്ന് ചോദിച്ച ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പം ഒരുപാട് അദ്ദേഹം വളരെ ചെറിയ മനുഷ്യരാകട്ടെ വലിയ മനുഷ്യരാകട്ടെ ആ വ്യത്യാസമൊന്നും അദ്ദേഹത്തില്ല. അദ്ദേഹത്തിൻ്റെ സംഗീത ലോകം എന്ന് പറയുന്നത് നമുക്കൊരു കാൽപ്പനികത ഓളം വെട്ടി നിൽക്കുന്നൊരു ഫീലുണ്ടാകും. ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആഷ്മി, ഒരുപക്ഷെ മലയാളത്തിൻ്റെ ഈ ഗായകൻ, സൗത്ത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ ഗായകൻ, ഹിന്ദിയിലൊക്കെ പാടാൻ അവസരം കിട്ടി ഈ പാട്ടുകാരൻ യാത്രയാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന് 80 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോൾ ഈ കാലത്ത് 80 വയസ്സൊന്നൊരു പ്രായമല്ല. മാത്രമല്ല ഉണ്ണിമേനോൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, അദ്ദേഹം ഒരു മലയാളിയാണെന്ന് പോലും തമിഴർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ തമിഴ്നാട്ടുകാർക്ക് അദ്ദേഹത്തിൻ്റെ തമിഴ് ഭാഷ ഉപയോഗിക്കുന്ന രീതിയും പാടുന്ന രീതിയും ഒക്കെ കാണുമ്പോൾ ഒരു അടിമുടി തമിഴനാണ് എന്ന് തോന്നിയിരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കന്നഡയിലും തെലുങ്കിലും ഇത് തന്നെയായിരുന്നു.